1:30, maybe 2 o'clock. I'll be there. Is it okay? Oh, then I can bring my children from the school also at least 1 hour early. Yeah, bro. Thank you. See you, bro. Thank you. അപ്പൊ നമ്മളുടെ അപ്ഡേറ്റ് വന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ ന്യൂസിലാൻഡിൽ വീട് വാങ്ങിച്ചു. വീടിന്റെ ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു. ഞങ്ങളുടെ ലോയർ ലോയിഡ് ആയിരുന്നു. അപ്പൊ ആള് ഞങ്ങൾക്ക് സാധനം ഇതിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഒക്കെ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ അയക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പൊ ഞാനിപ്പോ ഞങ്ങളുടെ പ്രൊജക്ട് മാനേജറും അതുപോലെ തന്നെ സെയിൽസ് മാനേജറും വിളിച്ച് അവരുടെ അടുത്ത് എപ്പോഴും കീ കിട്ടാന്ന് വെച്ചു. ശരിക്കും അവർ നമ്മൾ അപ്പൊ അവർ പറഞ്ഞ അതിന്റെ പ്രോസസ്സിംഗ് ആണ്. ഒരു 2 o'clock ആകുമ്പോഴേക്ക് കീ കിട്ടും. 1:30 ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പിള്ളേരും കൊണ്ടുപോകാന്ന് വെച്ചാൽ അവരൊക്കെ ക്ലാസ്സിലേക്ക് കീറ്റിലൊക്കെ വിട്ടേക്കാം. അപ്പൊ അവരും കൂടെ ഉണ്ടെങ്കിൽ രസമല്ലേ. അപ്പൊ അവരും കൂടി എടുത്തിട്ടാണ് പോവാന്നിരിക്കുന്നു. അപ്പൊ ഒഫീഷ്യലി February 5th 2 o'clock ഞങ്ങക്ക് കീ കിട്ടാണ്. അപ്പൊ ഞങ്ങള് കുറേ അധികം സാധനങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് ഒരുവിധം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. കാരണം നമുക്ക് ഇവിടെ ബാക്കിൽ കാണാൻ പറ്റും കുറേ പെട്ടികളും പിന്നെ ആ റൂമിൽ കുറേ പെട്ടികളും എല്ലാം പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടില്ല. സ്റ്റില് പാക്കിങ് ബാക്കിയുണ്ട്. ഞങ്ങള് പക്ഷേ ഈ വീട്ടിൽ നിന്ന് ചിലപ്പോ നാളെ മറ്റന്നൊക്കെ ആയിട്ട് അവിടേക്ക് മാറും. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് നല്ല വീടായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു വീടായിരുന്നു. 2 bedroom ഉള്ള ചെറിയൊരു വീട്. പക്ഷെ ഇപ്പൊ ഈ വീടിന്റെ കോലം വെച്ചാൽ ഭയങ്കര കണ്ടില്ലേ, എല്ലായിടത്തും റൂമുകളൊക്കെ. അപ്പോ ഈ വീട് ഞങ്ങളുടെ ഓണർമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമുള്ള ആൾക്കാരായിരുന്നു. ഒരു 19 വയസ്സുള്ള ഒരു ഹസ്ബൻഡ് വൈഫായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ ഏകദേശം 2 വർഷമായില്ലേ, 2 വർഷം ആകുമ്പോൾ. അപ്പൊ ഞങ്ങൾ അത്രയും നാളായിട്ട് ഞങ്ങളോട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് നല്ല ഹാപ്പിയാണ്. 2 വർഷമുണ്ട്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ താമസം തുടങ്ങിയത് 2024 ജൂലൈ തൊട്ട് ഞങ്ങളിവിടെ സ്റ്റേ ഉണ്ട്. അപ്പൊ ഒരു 1.5 വർഷം. അപ്പോ അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഈ വീടിനോടുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ താമസിക്കാൻ ഏകദേശം 2 വർഷത്തോളമായി. അപ്പോ ഞങ്ങൾ നല്ല വീടാണ്, നല്ല ചെറിയ വീടാണ്. അപ്പൊ ഞങ്ങളാണെങ്കിലും ഞങ്ങളുടെ ഒരു എക്സ്പെൻസിന് മീറ്റ് ചെയ്യാവുന്ന ഒരു വീട് തന്നെയായിരുന്നു. ഞങ്ങളെ പോലെ ചെറിയ ഫാമിലിക്ക് 2 bedroom ഹോള് കിച്ചൺ രസമാണ്. ഞങ്ങളിങ്ങനെ ഈ വീട് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നാളത്തോടെ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ കാർപ്പറ്റ് ക്ലീനിങ് എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കൊടുക്കാൻ വേണ്ടി. ഓണർമാർക്ക് നമ്മളിനി അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ, കുട്ടികളൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് കീ വാങ്ങാൻ പോകണം 2 o'clock. അപ്പൊ ഈ വീടും ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ വീടിന്റെ കോലം വെച്ചാൽ ഭയങ്കര പരിതാപകരമാണ്. ഞാൻ കാണിച്ചുതരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. അപ്പൊ അത് ചെയ്യണ്ട, ഇവിടെ പാക്കിങ്, ഇവിടെ എല്ലാം ഒരു മെസ്സായിട്ട് കിടക്കുകയാണ്. ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഒരു റൂം ഇതിലുണ്ടായിരുന്ന ബെഡ് ഒക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തു ഓൾറെഡി. അപ്പോൾ മൊത്തം പെട്ടികളും ഒക്കെ നമ്മൾ ഇത് മെയിൻ വലിയ ബിഗ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ നാളെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞു വെച്ചേക്കണ ഈ ഐറ്റംസ് ഒക്കെ ഇന്ന് ട്രാൻസ്ഫർ ചെയ്യും. കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഞങ്ങളുടെ ഹാൻഡ് ഓവറിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. കാരണം ഇന്നാണ് ഹാൻഡ് ഓവർ. അപ്പോൾ ഇത് ഫുൾ വീഡിയോ എന്ന് പറയുന്നത് ഹാൻഡ് ഓവറാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഹാൻഡ് ഓവറിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഏടൻ പോയിട്ട് പിള്ളേരെ പിക്ക് ചെയ്യാൻ പോയേക്കാണ്. ഇപ്പോൾ അവർ വന്നിട്ട് നമുക്ക് റെഡി ആയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ടൈം എന്ന് പറയുന്നത് 1:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കാണ് നമുക്ക് ടൈം പറഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ അവിടെ ചെന്നിട്ട് കീ കളക്ട് ചെയ്യണം. വളരെ എക്സൈറ്റഡ് ആണ്. And then I'll show you, because I don't think he'd unbelieve me that my key won't work anymore. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഹാൻഡ് ഓവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഗ്യാരേജിൽ കൊണ്ടുവയ്ക്കാനാണ് പ്ലാൻ. എന്നിട്ടാണ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഒരു 1 by 1 ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ടൈം അനുസരിച്ചിട്ടാണ് നമ്മളിനി സോർട്ട് ഔട്ട് ചെയ്യുള്ളൂ. ഒന്നിച്ചോടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്തിക്കാം. അപ്പോൾ നമ്മൾ
സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. കയറിക്കോളൂ. വേഗം വേഗം പണി തീർത്താൽ പെട്ടെന്ന് അടുത്ത പണി തരാം. അപ്പം സാധനങ്ങൾ ഞങ്ങൾ കട്ടിട്ടെ. ഫുൾ എടുക്കാൻ നിന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പണി നടക്കില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങളതേ ഫുള്ളി ലോഡറായിട്ടുള്ളൊരു വണ്ടിയായിട്ട് ഞങ്ങൾ സാധനങ്ങൾ ഇറക്കി വയ്ക്കുക പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ഗ്യാരേജിൽ ഇറക്കി വയ്ക്കാം. നമ്മുടെ അവിടെ കുറച്ച് പെയിന്റ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ മോളിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ടോ. അപ്പോഴേക്കും നമ്മളുടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കയറ്റി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3rd, 4th, 5th ഒക്കെ ട്രാൻസ്ഫർ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഫൈനൽ ട്രാൻസ്ഫറിങ് ആണ്. ഇനി നാളെയാണ് നമ്മൾ കൗച്ചും പിന്നെ നമ്മളുടെ ഫ്രീസർ അങ്ങനെ പറഞ്ഞ ഐറ്റംസൊക്കെ നാളെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ നാളെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ എണ്ണം ബാക്കിയുള്ളവരും കൂടിയിട്ടായിരിക്കും അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രാൻസ്ഫർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ കീ ഹാൻഡ് ഓവർ വ്ളോഗ്